ഫ്രണ്ട്സ്, നമ്മളിന്നൊരു സൂപ്പർ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. എനിക്ക് അറിയത്തില്ല എങ്ങനെയാവും എന്നറിയില്ല, വടക്കിലാവോ അടിയിലാവോ എന്നൊന്നും അറിയത്തില്ല, എന്നാലും നമുക്ക് എടുക്കാം. അതുകൊണ്ടാണ് ഞാൻ പതിയെ സംസാരിക്കുന്നത്. ഇത് രാവിലെ ഇപ്പോൾ എത്ര മണിയായെന്ന് എനിക്കറിയാം, രാവിലെ അല്ല, ഉച്ച ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് പ്രാങ്കിങ് വീഡിയോ ആണ്. ഏപ്രിൽ ഫുൾ പ്രാങ്കിങ് ആണ് കേട്ടോ. ഏപ്രിൽ ഫുൾ എന്ന് പറയുമ്പോഴത്തേക്ക് കഴിഞ്ഞിട്ടുണ്ട്, എന്നാലും നമ്മൾ പ്രാങ്കിങ് ആണ് ചെയ്യാൻ പോകുന്നത്. അത്രയും മതി, ഏപ്രിൽ ഫുൾ ഒന്നും വേണ്ട, പ്രാങ്കിങ് ആണ്. ആരെയെന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം അച്ഛമ്മയാണ്. അച്ഛമ്മേനെ കുറിച്ച് നമ്മൾ അധികം വീഡിയോ ഒന്നും ഇട്ടിട്ടില്ലല്ലോ. അപ്പൊ അച്ഛമ്മയുടെ ഇത് കണ്ടോ? ചേട്ടാ, ഇത് എന്നായിട്ട് ഇത് ഇങ്ങനെ? എനിക്കിതൊന്ന് വള്ളി അഴിച്ചു തരണം കേട്ടോ. അപ്പൊ കഴിച്ച് നമ്മുടെ കോവക്ക ഇങ്ങനെ വെട്ടിപ്പൊളന്ന് ഇങ്ങനെ ചുമന്ന നിറത്തിലൊക്കെ ആട്ടോ ഉണ്ടാവുന്നത്. പച്ച കളറാണ് നമ്മുടെ കോവക്കക്ക്, ഇങ്ങനെ മഞ്ഞയാട്ടോ. അച്ഛൻ അവിടെ നിൽപ്പുണ്ട്. അപ്പൊ കഴിച്ച് ഞാൻ ചെയ്യാൻ പോയിട്ട് അവിടെ പൂച്ചക്കാട്ടമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ശരിക്കും വർക്കിംഗ് ആവും തോന്നുന്നു. എന്താണെന്ന് വെച്ചാൽ ഇതറിയത്തില്ല, ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള കാരണം നടക്കുമെന്നും അറിയില്ല. ഇത് ഞാൻ മണ്ണ് കുഴിച്ചിട്ട് ഇങ്ങനെ കൊണ്ട് ആ തൂണിൻ്റെ അവിടെ വയ്ക്കും. അച്ഛമ്മേനെ ഞാൻ വിളിച്ചോണ്ട് വരും. അച്ഛമ്മയുടെ അവിടെ ഇരുന്ന് ഇരിക്കാൻ പറയും. അച്ഛമ്മയുടെ കൈ അതിൽ പിടിപ്പിക്കുന്ന രീതിയിൽ ഞാൻ ഇരുത്തും. അവിടെ പൂച്ചയും കിടപ്പുണ്ട് അവിടെ. അപ്പം അതെ, ഞാൻ ആ സൈഡിൽ വേറെ ഇരിക്കും. അച്ഛമ്മയുടെ വായു തന്നെ എന്നാന്ന് എനിക്ക് അറിയാൻ പാടില്ല. നമ്മുടെ കോവക്കൊക്കെ പച്ച കളറാണ്, മഞ്ഞ കളറിലൊക്കെ ഉണ്ടാവും കേട്ടോ ഗൈസ് കോവക്ക. ഇങ്ങനെ വെള്ള വരയാട്ടോ നമ്മുടെ ഈ കോവക്കൊക്കെ പ്രത്യേക ഒരു നിറമാണ്. പോകത്തില്ല ഗൈസ്. പിന്നെ ഈ റോസാപ്പൂവിന് കണ്ടില്ലേ, നല്ല ഭംഗി, നല്ല മണാട്ടോ. അപ്പോൾ നമ്മൾ ഇതിന് സബോളയുടെ തൊലിയൊക്കെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്ക് അങ്ങോട്ട് പോകാം ഗൈസ്. ഇവിടെ ഇരുന്ന് നമുക്ക് മറ്റേ കാര്യം കാണിക്കാൻ പറ്റില്ല. നമുക്ക് ഇവിടെ തന്നെ ഇരിക്കാം ഗൈസ്. ടാറ്റാ ടാറ്റ കൊടുക്കും, ഞങ്ങൾ വീഡിയോ എടുക്കുക കോവക്കേനെ കുറിച്ച്. അപ്പോൾ നമ്മുടെ കോവക്കയുടെ ഇല കണ്ടില്ല, ഇവിടെ എന്തോ പ്രശ്നമുണ്ട്. പിന്നെ ഇതിൻ്റെ ഇങ്ങനെ ഇത് ഇവിടെ ചുറ്റി പോകുന്ന സാധനമാണ്. എന്നാ ടാറ്റാ ടാറ്റാ അടുത്ത ആള്. അപ്പോ നമ്മുടെ കോവക്ക ചുറ്റി കൊടുക്കാം. ഇവിടെ നമുക്കുണ്ടല്ലോ ഇങ്ങനെ ചുറ്റി കൊടുക്കാം അല്ലേ ഏട്ടി? നമുക്ക് ഇവിടെ നിൽക്കണ്ട, ഇവിടെ ഒന്നും സേഫ് അല്ല, നമുക്ക് അങ്ങോട്ട് പോവാം. പിന്നെ എന്താ കാര്യം, ചെരുപ്പ് പൊട്ടില്ല ഗൈസ്. നമ്മുടെ മണ്ണിൻ്റെ അടുത്ത് നമ്മൾ വന്നിട്ടുണ്ട്. ഈ മണ്ണെടുക്കണം, ഇതിനൊരു കളറങ്ങ് വന്നിട്ടില്ല. ഈ മണ്ണിനൊരു കളറില്ല. നമുക്ക് വേറെ മുമ്പ് ഇതെടുക്കാമല്ലേ, ഒരു ഫാബ്രിക് പെയിന്റ് അടിച്ചാലും മതിയാവും. ഗൈസ്, അമ്മ അവിടെ കിടന്ന് ഉറങ്ങുവാണ്. ഞാൻ മണ്ണ് എടുത്തിട്ട് വരാം, തുരുട്ടുമ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നമ്മളിത് ഉണ്ടാക്കിയിട്ടുണ്ട്, ഇത് കണ്ടിട്ടിരിക്കുന്നത്. ഇതേ അയ്യോ അമ്മ എന്നിട്ട് തേരാളിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. തേരാളിയപ്പാട് ഉണ്ടാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ, പേര് മറന്നുപോയി. കൺസിൻസ് മറ്റേ ഇത്ര കൂടിപ്പോയേക്കുമ്പോൾ ഞാൻ ഇത്ര ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ അച്ഛമ്മേനെ അവിടെ ഇരിപ്പുണ്ട്. നമ്മൾ ടാർഗറ്റ് ചെയ്ത സ്ഥലത്ത് തന്നെ അച്ഛമ്മ ഇരിപ്പുണ്ട്. അച്ഛമ്മേനെ ഇപ്പോൾ അവിടെ നിന്ന് ഓടിച്ചു വിടണം. അപ്പോൾ വരൂ, നമുക്ക് പതിയെ എടുക്കാം. ചേട്ടൻ ഫോൺ കാണുന്നോട്ട് വന്നാൽ മതി കേട്ടോ. വാ, ഇവിടെ ഇല്ല ഗൈസ്, പോയി ഞാൻ എടുത്തിട്ട് വരാം. വാ, ഞാൻ എടുത്തിട്ട് വരാം.
അങ്ങോട്ട് വാ. ഞാനൊന്നും മിണ്ടുന്നില്ല. ഞാനൊരു വികാര ജീവിയാണ്. പിച്ചിയതോ? ഞാൻ കണ്ടില്ല. ആ ഇവിടെ ഇരിക്കിച്ച് നേരം വന്ന് ഇരുന്നിട്ട് പോ. ആ വാ ഇവിടെ ഇരിക്കാം. വാ ഇവിടെ ഇരി. ആ പൂച്ചേനെ മാറ്റിയിട്ട് അവിടെ ഇരി. പൂച്ച കണ്ടു. പോവല്ലേ? അല്ല അവിടെ അവിടെ ഇരിക്കാം. അല്ല നമുക്ക് അച്ഛമ്മ ഞാനല്ല അച്ഛമ്മ, ഞാനെന്ത് പൂച്ചയാണോ ഞാൻ കൊണ്ടായിട്ടോ? അല്ല ഞാനല്ല അത്. പൂച്ച വന്നേ. അതല്ല അതല്ല ഒന്ന് വന്നേ. ഞാൻ വലിച്ചില്ലല്ലോ. നീ വേഷം കളിക്കാൻ എനിക്ക് എന്നെ ഇന്നാളെ ഞാൻ പറഞ്ഞിങ്ങനെ കാണിക്കുന്നു. വേഷം കളിക്കാൻ ഇങ്ങനെയല്ല കളിക്കാൻ. ഞാൻ പോവോ എനിക്കിനി കേക്കണ്ട. ഇവിടെ മുടങ്ങ സ്റ്റില്ലായിക്കോ. നമുക്ക് അവിടെ പോയിരിക്കാൻ. ഇതുവരെ നിർത്തിയിട്ടില്ല. അമ്മയെടുത്ത് പോയി പറഞ്ഞെന്ന് തോന്നുന്നു. ഗൈസ് പട്ടി അവൻ ആ സമയത്ത് ആ പൊട്ടിച്ചിട്ട് ഗൈസ് അത് ഇത് കണ്ടത് അപ്പോൾ ആള്. പക്ഷെ എനിക്ക് കുറേ കേട്ട് കേട്ടോ ഞാനിന്ന്. നന്നായി. അയ്യേ അവിടെ പട്ടി പിന്നെ ഞാൻ അച്ചമ്മ 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 ഞാനൊരു സത്യം പറയട്ടെ. ഞങ്ങള് വീഡിയോ എടുത്തിട്ടെ പ്രാങ്ക് ചെയ്തയാ. അച്ചമ്മേനെ പറ്റിച്ചയാ. അച്ചമ്മേനെ പറ്റിച്ചതാ. ഭ്രാന്തി അല്ല. ഞങ്ങൾ ഇത്ര നേരം വീഡിയോ എടുക്കും. ഇത് വീഡിയോയാ. ഇത് യൂട്യൂബിൽ ഇടുന്നയാ. ആൾക്കാർ അച്ചമ്മ ആൾക്കാർ കാണുന്നയാ. വല്ലോ പറ. ഭ്രാന്തി അല്ല, പറ്റിച്ചതാന്ന പറഞ്ഞ. പ്രാങ്ക് പ്രാങ്ക് എന്ന് പറഞ്ഞാൽ പറ്റിച്ചു. ഞാൻ ഇരുത്തില്ലല്ലോ. ഇരിക്കുന്നതിന് മുമ്പ് അവിടെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ അച്ഛമ്മ. ഞങ്ങൾ മണ്ണ് ഒഴിച്ചു വെച്ച പഠിക്കാൻ പോയപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. അവിടെ ഒരു അമ്മമ്മയുണ്ട്. അവർക്കുണ്ട് എല്ലാം പാളി വന്ന് ഡൗട്ടുണ്ട്. എല്ലാം നല്ല ശുഭമായി അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഇങ്ങനത്തെ വീഡിയോ ആയിട്ട് വരണോ എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ഇതൊന്ന് ചോദിച്ചിട്ട് വേണം ഈ വീഡിയോ ഇടണമെന്ന് വരെ അറിയാൻ. അപ്പോൾ ഇത് ഇടുവാണെങ്കിൽ തന്നെ നിങ്ങൾ കാണത്തുള്ളൂ. ഇവിടെ എന്തൊക്കെ നടക്കുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇനി ഇങ്ങനത്തെ വീഡിയോ ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. ഞങ്ങൾ ഇങ്ങനത്തെ ഇടാം. എനിക്കിട്ടുള്ള പണി തരരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറക്കല്ലേ. ബൈ. അച്ഛമ്മേനെ നിങ്ങൾ എന്നാ കാണിച്ചേ? മൂക്കിന്ന് വന്നു.
അടിക്കില്ലെന്ന് പറ, അങ്ങനെ വരാം. അയക്കട്ടല്ല, ഞാൻ മര്യാദ അയക്കട്ടല്ലേ. ആരും പറ്റിക്കരുത്, പ്രായമായ ആരായാലും അങ്ങനെ പറ്റിക്കരുത് കേട്ടോ. എന്നിട്ട് എന്നെ പ്രാചീന പോലെ ആക്കി എന്ത് വിളിച്ചേ ഞാൻ പറഞ്ഞ ആരെങ്ങനെ പറ്റിക്കും. ഞാൻ മഴക്കുള്ളല്ലോ ഞാൻ പറഞ്ഞു. ഞാൻ പറ്റി എന്നെ അച്ഛൻ അല്ല ഞാനൊരു എണ്ണയിട്ടെ അച്ഛമ്മേനെ എടുക്കരുത്. നിങ്ങൾ ആരാ ഇത് എന്നെ പൂച്ചക്കാട്ടം കാണിച്ചത്? നിങ്ങളുടെ മുറിയിൽ സ്നോവില് ഒരു പ്രാവശ്യം അപ്പിട്ടെന്നും പറഞ്ഞ അങ്ങനെ അച്ഛമ്മനെ പറ്റിക്കലാണോ വരുന്നത്? അച്ഛനൊന്നും ഞാൻ കണ്ടില്ലേ തലയുടെ അടിക്കൊണ്ടത്തിൽ എനിക്ക് ഇച്ചിരി കളി കൂടുതലാട്ടോ. അതിനൊക്കെ ആരും പറ്റിക്കരുത്. ചേട്ടിയുണ്ട് ഇവര് ഈ വീഡിയോ എടുത്താ തമാശ എന്തെങ്കിലും പറഞ്ഞാൽ കളിപ്പിക്കാതെ അങ്ങനെയൊക്കെ ചെയ്യരുത്. അറിയാ എന്തെങ്കിലും തമാശ അല്ല എന്തെങ്കിലും പറഞ്ഞതായിരുന്നു പറഞ്ഞാൽ അങ്ങനെ സ്പീക്കർ ഓൺ ആയി കഴിഞ്ഞാൽ പിന്നെ സ്കൂൾ അടച്ചാല് അമ്മ വിചാരിച്ചു അമ്മയുടെ കാര്യം അവര് ശരിയാക്കി തരും. സ്കൂൾ അടച്ചു കഴിഞ്ഞാലും നിനക്കൊക്കെ ഇതേ ചിരിക്കണം. അവര് കളിപ്പിച്ചതമ്മേ. നല്ലതല്ല ഞാൻ വഴക്കിട്ടല്ല. ഗംഗെ അടിക്കരുത്. ഇവർക്കിട്ടും കൂടി അടി. അല്ല നല്ലത് വരെ എടുക്കാണ്ടാക്കില്ല അതിനെ കൊണ്ട് അല്ല എനിക്ക്